വന്നിരിക്കുന്ന വ്യക്തി ആരാണെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നും ഇയാളുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ഇയാൾ ശരിയായിട്ടുള്ള ഒരു അവരുടെ ഭാവിയും അവരുടെ ജീവിതവും പറഞ്ഞു കൊടുത്തു. അതൊരു ഓലയിലാക്കി. ആ ഓലയാണ് പിന്നീട് നാഡീ ജ്യോതിഷം എന്നുള്ള രൂപത്തിൽ ഇന്ന് നമ്മൾക്ക് പ്രാപ്യമായിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 830 കോടി മനുഷ്യരുണ്ട് ഭൂമിയിൽ. ഭൃഗു സപ്തർഷി സംവാദം, അഗസ്ത്യ ഋഷി സംവാദം, ഇതെല്ലാം ഋഷികളായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങളാണ്. ഞാൻ ഇന്ന സമയത്ത് ഇവിടെ വരും, ഞാനിത് അന്വേഷിച്ച് വരുമെന്ന്, അതൊരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും. അത് എങ്ങനെയാണിത്? വിധി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നിയോഗിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ വരുമ്പോൾ ഞാൻ നാരദനായിട്ടാണ് വരുന്നത്, അങ്ങ് വസിഷ്ഠ മഹർഷിയായിട്ടാണ്. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. നാരദൻ പറയുന്നു, വസിഷ്ഠൻ വീണ്ടും അതിന് ഉത്തരങ്ങൾ കൊടുക്കുന്നു. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത് മധുസൂദന പണിക്കറാണ്. ചേട്ടാ നമസ്തേ. നമസ്കാരം. ചേട്ടാ, ഈ നാഡീ ജ്യോതിഷം എനിക്ക് തോന്നുന്നു നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു ചില കഥകളിലൂടെയാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പം എനിക്കൊന്നു അങ്ങ് പറഞ്ഞ വഴിക്ക് അങ്ങയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് ആദ്യമായിട്ട് അലക്സാണ്ടർ ജേക്കബ് വരുന്നത്. അപ്പോൾ ഈ നാഡീ ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് ശിവനും പാർവതിയും 4000 വർഷങ്ങൾക്ക് മുമ്പിരുന്ന് സംസാരിക്കുമ്പോൾ പാർവതിക്ക് ജനിച്ചിട്ടുള്ള മനുഷ്യരും ജനിക്കാൻ പോകുന്ന മനുഷ്യരും മരിച്ചുപോയ മനുഷ്യരും അവരുടെ ഭാവിയും അവരുടെ ജീവിതവും പറഞ്ഞു കൊടുത്തു. അതൊരു ഓലയിലാക്കി. ആ ഓലയാണ് പിന്നീട് നാഡീ ജ്യോതിഷം എന്നുള്ള രൂപത്തിൽ ഇന്ന് നമ്മൾക്ക് പ്രാപ്യമായിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 830 കോടി മനുഷ്യരുണ്ട് ഭൂമിയിൽ. മരിച്ചുപോയ മനുഷ്യർ മറ്റനേകമുണ്ട്, ജനിക്കാൻ പോകുന്ന മനുഷ്യർ മറ്റനേകമുണ്ട്. എങ്ങനെയാണ് ഇത്രയും മനുഷ്യരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു ചെറിയൊരു താളി ഓലയിലാക്കാൻ കഴിയുന്നത്? ഇത് എല്ലാവരുടെയും ഒരു സംശയമാണ്. കാരണം ഇത്രയും ഒരു ചെറിയ ഗ്രന്ഥത്തിൽ കോടാനുകോടാന ആൾക്കാരുടെ മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും കഥ അതിനകത്ത് കുറുടിച്ചെഴുതി വെച്ചിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ വാക്യങ്ങൾ കൊണ്ട് ഒരു വസ്ത്രം നമ്മൾ നെയ്യുമ്പോൾ ഒരു നൂലിഴകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ നൂലിഴകൾ എങ്ങനെയാണ് ഒരു വസ്ത്രമായിട്ട് തീരുന്നത്, അത് ആ തറിക്കാരൻ്റെ കഴിവാണ്. അയാൾ നെയ്ത് ആ അക്ഷരങ്ങളെ പെറുക്കി എടുത്ത് ഓരോ ആളുടെ കഥകൾ വായിക്കുകയാണ്. ഇതേപോലെ തന്നെ എല്ലാവരുടെയും കഥകൾ ആ തറിയിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഓരോ അക്ഷരങ്ങളിലും നമ്മൾ ചില പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് രീതിയാണ്. ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വാക്കുകളുണ്ടാവും. ഈ വാക്കുകൾ ഉപയോഗിച്ചാണ്, അതാണ് അതിൻ്റെ കീ എന്ന് പറയുന്നത്. ആ വാക്കുകൾ ഉപയോഗിച്ചാണ് വന്നിരിക്കുന്ന വ്യക്തി ആരാണെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നും ഇയാളുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ഇയാൾ ശരിയായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നതൊക്കെ ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യജന്മത്തിൻ്റെ കഥകൾ മാത്രമല്ല നാടിയിൽ പറയിരിക്കുന്നത്. ഈ സൂര്യന് താഴെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ യോഗങ്ങളെല്ലാം സപ്തഋഷികൾ എഴുതി വച്ചിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ ജീവജാലങ്ങളുടെയും കഥ ആസ്പദമാക്കിയാണ് അതിനെത്തിയിരിക്കുന്നത്. അതിനെ നമ്മൾ വായിച്ചെടുക്കണം. വായിച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെ മുന്നോട്ട് പോകണം, അയാളുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ അയാൾ വ്യക്തമായിട്ട് അതിനകത്ത് മഹർഷി പറഞ്ഞു തരും. ഈ മഹർഷി എന്ന് പറയുന്നത് ഒരു ഗുരുവാണ്. ആ ഗുരുവിനോടാണ് നാരദനാകുന്ന ശിഷ്യൻ ചോദിക്കുന്നത്. അതാണ് നാരദ വസിഷ്ഠ സംവാദം എന്ന് പ്രധാനമായിട്ട് പറയുന്നത്. ഭൃഗു സപ്തർഷി സംവാദം, അഗസ്ത്യ ഋഷി സംവാദം, ഇതെല്ലാം ഋഷികളായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങളാണ്. സാധാരണ നാഡിയെന്ന് ഉദ്ദേശിക്കുന്നത് താളിയോലകളിലൂടെ എഴുതുമ്പോൾ ഇവിടെ ഗ്രന്ഥവിസ്താരമാണ് പറയുക. അതായത് സംഹിത സമ്പ്രദായമാണ്. ഇതിൻ്റെ യഥാർത്ഥ ഇതുള്ളത് ഹരിദ്വാറിലും കേദാർനാഥ്, പിന്നെ ലാൽ കിതാബ് എന്നൊക്കെ പറയുന്നത് ഈ തത്വമേഖലയാണ്. ഇതിൻ്റെ വേറൊരു പതിപ്പാണ് നമ്മളുടെ തമിഴ്നാടുകളിലുള്ള വൈദീശ്വരൻ കോവിലുള്ള നാഡീ കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ ഓരോ കാണ്ഡങ്ങളായിട്ട് എടുക്കേണ്ടി വരും. ഇപ്പം പറയുകയാണ്, എൻ്റെ തൊഴിലിനെ പറ്റിയാണ്, ഒരു തൊഴിൽ കാണ്ഡം എടുക്കണം, വിവാഹത്തെക്കുറിച്ച് വന്നിരിക്കും, വിവാഹ കാണ്ഡം അന്വേഷിക്കും. ഇതെല്ലാം ഓരോ കാണ്ഡങ്ങൾ എടുത്തതിന് ശേഷം പരിഹാര കാണ്ഡങ്ങളും ചോദിച്ചാൽ പരിഹാര കാണ്ഡങ്ങൾ എടുക്കും. നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ കാണ്ഡത്തിലൂടെ, അതിന് പൊതുകാണ്ഡം എന്ന് പറയും. ഈ പൊതുകാണ്ഡങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമ്മളുടെ സകല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കും. ഉമാമഹേശ്വരന്മാരുടെ കഥാവ്യാഖ്യാനം കേൾക്കാൻ വരുന്ന സപ്തർഷികളാണ് ഇതെല്ലാം. അവരാണ് ഈ ശരിക്കും നമ്മളാരും മരിക്കുന്നുണ്ട്. നമ്മൾ ബോഡി ഉപേക്ഷിച്ച് മറ്റൊരു ബോഡി സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നതാണ് വിശ്വാസം. ഇപ്പോൾ രാഹുലിൻ്റെ
ജീവിതത്തിൽ രാഹുൽ ഒരിക്കലും രാഹുലിനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ രാഹുൽ പറയുന്നത് എന്താ, ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? നമ്മളൊരു കണ്ണാടി ബിംബത്തിൽ പോയി നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നു. അത് നമ്മളെ ആണോ കാണുന്നത്? ശരിക്കും അല്ല, നമ്മുടെ പ്രതിബിംബം നമ്മളുടെ ബോഡിയാണ് കാണുന്നത്. ആ ബോഡിയിലിരിക്കുന്ന ചൈതന്യം അനുഭവിക്കപ്പെടുന്ന വികാര വിചാരങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നാഡീശാസ്ത്രം. ഈ അന്വേഷണത്തിൻ്റെ പുറകെയാണ് ഞാനും താങ്കളും ഇവിടെ വരുന്ന സകലരും. എന്താണ്, എന്തായിരിക്കണം? അല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം 1000 വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ള ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന സമയത്ത് ഇവിടെ വരും, ഞാനിത് അന്വേഷിച്ച് വരുമെന്ന്. അതൊരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും. അത് എങ്ങനെയാണിത് അറിയാൻ കഴിയുന്നത്? ഇത് ശരിക്കും നമ്മളൊരു പ്രവചനം ചെയ്യുമെന്ന് പറയുമ്പോൾ, ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്കൊരു ഉപാസന ക്രമമുണ്ട്. ഈ ഉപാസനക്രമം കൊണ്ട് മാത്രമാണ് നമുക്കത് പ്രവചിക്കാൻ പറ്റുന്നത്. പറയല്ലോ, ജ്യോതിഷം പഠിച്ചതുകൊണ്ട് ജ്യോതിഷ ഫലങ്ങളെല്ലാം പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഉപാസനയുള്ളൊരു വ്യക്തിക്ക് കൃത്യനിഷ്ഠയോടുകൂടി അത് ഉപാസിച്ചു കഴിഞ്ഞാൽ വരുന്ന വ്യക്തി എന്താണെന്നുള്ള ഒരു ടെലിപ്പതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കപ്പെടും. ഈ ടെലിപ്പതിയിലൂടെയാണ് വന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ഉൾമൈൻഡിലേക്ക് അത് വരുന്നതും. ഈ നാഡീഗ്രന്ഥം എന്ന് പറയുന്ന ഗ്രന്ഥം അതിൻ്റെ ടൂൾസുമാണ്. എൻ്റെ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ അങ്ങ് പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് ഋഷീശ്വരന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. പക്ഷെ ഇന്ന് ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ അത് നശിച്ചു പോയി കാണാം, അല്ലെങ്കിൽ പല രീതിയിൽ വീണ്ടും റീറൈറ്റ് ചെയ്ത് എഴുതി വരുന്നതായിരിക്കാം. അങ്ങനെ വരുന്ന വേളകളിൽ ഇതിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, കാരണം വെച്ചാൽ ഇത് ആദ്യകാലത്തിലെ പ്രാകൃത സംസ്കൃതത്തിലൂടെ, ദേവനാഗരിയിലൂടെ പിന്നീട് വന്ന ഓരോ ഭാഷ വ്യത്യാസങ്ങളുടെ പകർപ്പുകളാണ് ഓരോ മുനിമാരെഴുതുന്നത്. ആ മുനിമാരെഴുതുന്ന വാക്യത്തിന് തെറ്റ് വരാൻ പറ്റില്ല. എഴുതുന്ന വ്യക്തി അത് വളരെ പഠിച്ചതിന് ശേഷം അല്ലാതെ എഴുതുമ്പോഴാണ് ആ നാഡി തെറ്റായി പോകുന്നത്. അപ്പോൾ ആ നാഡി പ്രവചനത്തിൽ അത് തെറ്റിപ്പോകുന്നതല്ല, എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ, ആ വാക്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി വായിച്ചില്ലെങ്കിൽ അത് തെറ്റും. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾക്കാണെങ്കിലും നാശം ഉണ്ടാകില്ലേ? ഗ്രന്ഥങ്ങൾ നശിക്കാതിരിക്കാണ് പകർപ്പെടുക്കുന്നത് ഓരോ കാലഘട്ടത്തിലും. അതായത് ഇപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഈ എന്താണ് ഫലകത്തിൽ എഴുതിയിരുന്നു. ഫലകത്തിൽ നിന്ന് കോപ്പി വന്ന് പിന്നെ ചെമ്പോലകളിലേക്കായി, ചെമ്പോലകളിൽ നിന്ന് പിന്നെ താളി ഓലകളായി, ഓലകളിൽ നിന്ന് പിന്നെ പേപ്പറിലേക്കായി, ഇന്ന് കമ്പ്യൂട്ടറിലേക്കായി, ഇല്ലേ? പക്ഷെ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇത് മാറി മാറിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ, ഒരിക്കലും നശിക്കപ്പെടുന്നില്ല. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലേക്ക് അതാത് കാലങ്ങളിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിൻ്റെ ആ സത്ത് പോകാതിരുന്നാൽ മതി. അതെ, സത്ത് പോയി കഴിഞ്ഞാൽ അതല്ലേ, മരിക്കുമ്പോഴും സത്ത് പോവുകയാണല്ലോ. അല്ല, ഇന്ന് നമുക്ക് ജ്യോതിഷമൊക്കെ ആണെങ്കിൽ ChatGPT-യോട് ചോദിച്ചാൽ മതി, എൻ്റെ ആസ്ട്രോണമി എന്ന് പറയാമോ, അല്ലെങ്കിൽ എൻ്റെ ഹോറോസ്കോപ്പ് എന്ന് പറയാമോ. അതേപോലെ ഈ നാഡീ ജ്യോതിഷം ഇത്തരത്തിലുള്ള ആപ്പുകളിലൂടെ നമുക്ക് പ്രവചിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ എത്ര ശതമാനം? 100%? അത് തെറ്റാണ്. കാരണം വായിക്കേണ്ട ആൾ നേരിട്ട് വന്നിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം നാരദനും വസിഷ്ഠനുമാണ് അവിടെ സംവാദം ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടോ അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ മെത്തേഡ് അനുസരിച്ചൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ നാരദനായിട്ടാണ് വരുന്നത്, അങ്ങ് വസിഷ്ഠ മഹർഷിയായിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഋഷിമാരുടെ വാദം കേൾക്കുകയാണ്. അപ്പോൾ നാരദൻ എന്ന് പറയുമ്പോൾ നാരദൻ കഥ കേൾക്കാൻ വരുന്നതാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആത്മാവിൻ്റെ കഥ അങ്ങ് ഇവന് ഉപദേശിച്ചു കൊടുത്താലും എന്നും പറഞ്ഞാണ് വാക്യം. അതാണ് നാരദ ഉവാച വസിഷ്ഠ സംവാദ. നാരദൻ പറയുന്നു, വസിഷ്ഠൻ വീണ്ടും അതിന് ഉത്തരങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഉവാചയാണ്. ഉവാച എന്ന് പറഞ്ഞാൽ ചോദ്യം വേണം. വന്നിരിക്കുന്ന ആളുടെ ചോദ്യം ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ആ ചോദ്യത്തിലൂടെ അതിൻ്റെ എല്ലാ മറുപടികളും നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒരു വ്യക്തി മരിക്കുന്ന ദിവസം വരെയും ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ മരിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും, എങ്ങനെ മരിക്കും, ഏത് നക്ഷത്രത്തിൽ മരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 830 കോടി മനുഷ്യരുണ്ട്. ഇവരെല്ലാവരും ഈ നാഡീ ജ്യോതിഷം നോക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമോ? അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. കാരണം വെച്ചാൽ എല്ലാവർക്കും നാഡി കൃത്യമായിട്ട് അതിനകത്ത് എഴുതണമെന്നില്ല. ഇവിടെ വരണമെങ്കിൽ യോഗം വേണം, വായിക്കാനുള്ള അവസരം ഉണ്ടാകണം, അയാൾക്ക് സമയമായോ എന്നറിയണം. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരാൾക്ക് നാഡി വായിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതൊരു ഇപ്പോൾ എല്ലാവരുടെയും ഭാവി ശിവൻ അല്ലെങ്കിൽ പാർവതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലല്ല, ഞാൻ പറഞ്ഞത് വസിഷ്ഠനാഡിയിൽ നമ്മൾ വായിക്കാൻ വരുമ്പോൾ വസിഷ്ഠനാഡിക്കകത്ത് ആ വ്യക്തിയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് വായിക്കാൻ പറ്റും. അതിനകത്ത് ആ വ്യക്തിയുടെ കഥ അതിനകത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു നാഡി നമ്മൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ അതിന് കണ്ടെത്തേണ്ടി വരും. അതാണ്. അല്ല, ഈ ദിവസം കിട്ടാത്തത് എങ്ങനെയാണ്? മറ്റൊരു ദിവസം അത് ആ സമയമാകാത്തത് കൊണ്ടാണ്.
അല്ലെങ്കിൽ ഇന്ന് വായിക്കാൻ പറ്റില്ല. ഇന്ന് വായിക്കാൻ പറ്റില്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാഹുൽ ഇപ്പോൾ വന്നു, രാഹുൽ വന്നിട്ട് എനിക്ക് വായിക്കണമെന്ന് പറഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ വായിക്കില്ല. അപ്പോൾ അയാൾക്ക് പിറ്റേ ദിവസം വരാനോ അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാനോ ഒക്കെ പറയും. പക്ഷെ നാടിക്കകത്ത് ഒരാളുടെയും കഥകളില്ലാതെ വരുന്നില്ല. പക്ഷെ വായിക്കേണ്ട സമയങ്ങളിലല്ലാതെ വായിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ തത്വം കൊണ്ട് പറയുന്നത്, ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾ നാഡീ ജ്യോതിഷം വായിക്കാൻ വേണ്ടി 2ഉം 3ഉം തവണയൊക്കെ പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്നത്? അത് അവരുടെ ജിജ്ഞാസയാണ്. അവർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി വരും. ഇപ്പോൾ എന്ത് കാര്യവും നാഡിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വഴികൾ കിട്ടുമെന്ന് അവർക്കറിയാം. അതിൽ പരിഹാരമല്ല. ഇപ്പോൾ നമുക്ക് ദോഷമുണ്ട്, ആ ദോഷത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോഷമൊന്നും മാറില്ല. അപ്പോൾ ഏത് വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ആ നാഡി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ പരിഹാരം അതാണ്. അപ്പം അല്ലാതെ നമ്മൾ വലിയ ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്ത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. നമ്മുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ദേഹമാണ്. ദേഹത്തിലൂടെ അനുഭവിച്ചു തീരുന്ന ആ വ്യവസ്ഥകളെയാണ് നമ്മൾ പരിഹാരം. എല്ലാത്തിൻ്റെയും തീർപ്പ് കൽപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല. പറ്റുമോ? ഇല്ല, ഒന്നും തീർക്കാൻ പറ്റില്ല. ഒരു കാര്യവും നമുക്ക് പൂർണ്ണമാക്കാനും പറ്റില്ല. പൂർണ്ണമാക്കണമെങ്കിൽ നമ്മൾ മോക്ഷത്തിലേക്ക് പോകണം. മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ന് മരിച്ച് നാളെ മോക്ഷത്തിലേക്ക് പോകുന്നു പറയുന്നത് തെറ്റാണ്. അതൊക്കെ സന്യാസി ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അവധൂതന്മാരെ പോലത്തെ ആൾക്കാർക്കാണ് നമ്മൾ ഈശ്വര മോക്ഷം എന്ന് പറയുന്നത്. അതായത് ശരീരം സ്വീകരിക്കാതെ പോകുന്ന ചൈതന്യത്തെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈ ശരീരത്ത് വസിക്കുന്ന എന്തെന്നാ? ആത്മാവ്, ചൈതന്യം. ഇപ്പൊ ഈശ്വരന്റെ സാക്ഷാത്കാരം, ഈ ശരീരത്തിൽ നിന്നും സാക്ഷാത്കാരം ചെയ്യണമെങ്കിൽ ഈ ശരീരമുക്തി വരുത്തണം. ഇപ്പൊ ശരീരമുക്തി വരിക്കണം, ദഹിക്കുകയാണല്ലോ. അപ്പൊ സത്തെന്ന് പറയുന്ന ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുമ്പോൾ അത് മറ്റൊരു ശരീരം സ്വീകരിക്കാതെ ചൈതന്യത്തിലേക്ക് ലയിക്കുന്നതിന്, നമുക്കൊരു ചൈതന്യം ഉണ്ടല്ലോ, ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, ഈ ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ശബ്ദമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. ഇതിലേക്ക് ലയിക്കുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്ന വിധി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഈ പുരോഹിതന്മാരും മറ്റുള്ളവർ അല്ലെങ്കിൽ ജ്യോതിഷന്മാരും എല്ലാവരും പറയുന്നത് മരണാനന്തരത്തിൽ അദ്ദേഹം മോക്ഷത്തിലേക്ക് പോയി. അങ്ങനെ മോക്ഷത്തിലേക്ക് പോകാൻ പറ്റില്ല. അവൻ്റെ പൂർവ്വജന്മത്തിലെ അവൻ്റെ പാപങ്ങളുടെയും ഗുണങ്ങളുടെയും കർമ്മമനുസരിച്ചാണ് ഒരാൾക്ക് മുക്തി കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ മുക്തിയെ അന്വേഷിച്ചുള്ള യാത്രയിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ അന്വേഷിക്കുക. ആ എൻ്റെ അന്വേഷണമാണ് ഇങ്ങനെയുള്ള നാഡീകേന്ദ്രങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ആനയിക്കാനും ആ ഫലം കേൾക്കാനും അതിലൂടെ നമുക്ക് സഞ്ചരിക്കാനും പറ്റുന്നത്. അങ്ങ് വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ? വിധി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നിയോഗിക്കപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ എന്തൊക്കെ അനുഭവിക്കപ്പെടണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ നാഡീ ജ്യോതിഷം, പല നാഡീ ജ്യോതിഷം, ഇപ്പോൾ എൻ്റെ നാഡീ ജ്യോതിഷം വായിച്ചു. ഞാനിപ്പോൾ ഒരു 10 വർഷത്തെ കഴിയുമ്പോൾ ഈ രീതിയിൽ എനിക്ക് മരണപ്പെടുമെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മറ്റൊരു മാർഗം സ്വീകരിച്ച് ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ വിധിയെ മാറ്റാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റി എഴുതിക്കൂടെ?